എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഒരുപാട് ആൾക്കാരെ നമ്മള് പരിചയമുണ്ട്. അപ്പൊ വീണ്ടും ഇങ്ങനെ വരുന്നതിൽ ശരിക്കും അതൊരു നല്ലൊരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. അപ്പോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും പറയുന്ന ഒരു സംഭവം തന്നെയാണല്ലോ, ബി മോർ ഹാപ്പി. അതിപ്പോ നമ്മളിപ്പോ എപ്പോഴും തേടുന്നതും ഒരു ഹാപ്പിനെസ് കിട്ടണം എന്നുള്ള ഇതിലാണല്ലോ. നമ്മൾക്ക് ഹാപ്പിനെസ്, മനസ്സമാധാനം, അങ്ങനെയൊക്കെയല്ലേ നമ്മളൊരു ആഗ്രഹം ആണല്ലോ അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ അങ്ങനെ. അപ്പൊ അതിനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ നമ്മൾ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാല് നമ്മളെ മുമ്പെങ്ങും ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികള്, അതുപോലെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് പ്രലോഭനങ്ങളാണ്. ഒരുപാട് അത് ചെയ്യാ ഇത് ചെയ്യാ. അപ്പൊ നമ്മളിങ്ങനെ നമ്മളെ പർപ്പസ് നമ്മൾ പർപ്പസ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മള് പ്രത്യേകിച്ച് ഇപ്പൊ മാജിക്കിന്റെ ഒക്കെ ആൾക്കാരാകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഡിസ്ട്രാക്ട് ആവുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓടുകയാണ്. പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതാണ്. അപ്പൊ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ശരിക്ക് ഒരു എന്താ പറയാ നമുക്ക് ഹാപ്പി ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഡോപ്പമൈൻ്റെ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു പ്രധാന ഹോർമോൺ ഡോപ്പമൈൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അഡിക്ഷനിലേക്ക്, പലതരം ലഹരികളിലേക്ക്, സബ്സ്റ്റൻസ് അബ്യൂസ്, ആൽക്കഹോൾ അബ്യൂസ്, അതുപോലെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇതിലേക്കൊക്കെ പോകുന്ന ഇതാണ് ഡോപ്പമൈന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്രേവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഡോപ്പമൈൻ അഡിക്ഷൻ ആണ് ശരിക്കും നമ്മളെ ഈ പർപ്പസ് എന്നൊക്കെ ആയിട്ട് നമ്മളൊരു ലഹരി. ഇപ്പൊ നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാല് ഈ സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് ആയിരിക്കും, ടൈം വേസ്റ്റിംഗ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ ഡോപ്പമൈനിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡോപ്പമൈൻ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആയ അന്ന ലംകയുടെ ഡോപ്പമൈൻ നേഷൻ എന്ന് പറയുന്ന ബുക്കില് ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെനിക്ക് നമ്മുടെ ലൈഫായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ്. അപ്പോ ഇതെന്ന് വെച്ചാൽ ലോകം ഒരു മിഠായിക്കടയാന്ന് പറയുന്നത്. അതായത് നമ്മള് നമുക്ക് ഒരുപാട് ഒരുപാട് പലതരം മിഠായികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാണ് ഷോപ്പിംഗ്, അതുപോലെ എന്താ പറയാ പിന്നെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മേഖലകളിലും നമ്മളെങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലാണ്. അപ്പൊ എവിടെ പോകണം, എന്ത് പോകണം, നമ്മൾ പർപ്പസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അന്ന ലാംകെ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മള് വേദനയും സുഖം, നമ്മുടെ ആ ഡോപ്പമൈൻ ഉള്ള ക്രേവിംഗ് എന്നുള്ളതും അത് രണ്ടും ഒരേ തുലാസിലാന്നാ പറയുന്നത്. അപ്പൊ ഒരു സീസോടെ പോലെ, അതായത് ഇപ്പൊ നമ്മള് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാന്ന് വല്ലാണ്ട് അങ്ങ് ഉയരും. ഒരു സീസൺ മുകളിലേക്ക് തന്നെ ഉയരും. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ദുഃഖത്തിന്റെ വളരെ താഴെയല്ലേ, അപ്പൊ തന്നെ നമുക്ക് വേദന സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് വിഷമം തോന്നുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതായത് നമ്മളെ ബ്രെയിനിന് എപ്പോഴും തുലാസ് പോലെ നിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഒരു ബുദ്ധിമുട്ട് നമ്മൾ തരണം ചെയ്തു കഴിഞ്ഞാല് പിന്നെ നമുക്ക് സന്തോഷം വരും. അപ്പോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ദുഃഖം വരും. എന്തായാലും ഒരു സത്യമാണ്, ജീവിതത്തിലെ സുഖവും ദുഃഖവും നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഒരു ജേണിയാണല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ഒരു ബയോളജിക്കലി ഇങ്ങനെയാണ് എന്നാണ് ഡോക്ടർ അന്ന പറയുന്നത്. അപ്പൊ ഇങ്ങനെ തുലാസ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നിടത്താണ് നമ്മൾ ഹാപ്പിനെസ് കിടക്കുന്നതെന്നാ പറയുന്നത്. അത് രണ്ടും ബാലൻസ് ചെയ്യണം. ദുഃഖവും സുഖവും ഒരു പെർഫെക്റ്റ് ബാലൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഡോപ്പമൈൻ എന്നൊക്കെ നമ്മൾ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്ക് സംഭവിക്കുക വെച്ചാൽ ആദ്യം കുറച്ച് ഉപയോഗിക്കും, അപ്പൊ ഡോപ്പമൈൻ പോകും, പിന്നെ കുറച്ച് കൂടുതൽ വേണം, അപ്പൊ കൂടുതൽ ഡോപ്പമൈൻ്റെ ഒരു ക്രേവിംഗ് ആണ് അവര് ഫുൾ അഡിക്റ്റ് ആക്കി മാറ്റുന്നത്. അപ്പൊ അവിടെ എന്തിനാ, അപ്പൊ ആ ഒരു സുഖം കിട്ടുമ്പോ അത് മതി, ഇനി അവിടെ ഒരു പെയിന് വരണം, എന്നാലേ ആ ഒരു ബാലൻസ് അന്വയിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ആ ക്രേവിങ് ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. അപ്പൊ അതിങ്ങനെ പോകുമ്പോ പിന്നെ നമുക്ക് പിന്നെ ഒരു ഭയങ്കര ഒരു ശൂന്യത അതൊക്കെ തോന്നില്ല. കുറെ നേരം വർഷങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അല്ലെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആയി എന്നൊക്കെ ഉള്ളൊരു ഇത് വരുമല്ലോ നമുക്ക്. അതാണ് ഇവിടെ ആ പെയിൻ ആയിട്ട് പറയുന്നത്. പ്ലഷറിന്റെ ഒപ്പം നമുക്കൊരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നത് അത് 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 ഫേക്ക് ഡോപ്പമൈനാണ്. ശരിക്കും ഡോപ്പമൈൻ്റെ ഉത്പാദനം അല്ല അവിടെ നടക്കുന്നത്.
അതായത് അത് നമ്മൾക്ക് ഉപകാരപ്പെടുന്നതല്ല എന്നുള്ളതാണ്. അറിയത് മീ ഓൾ ഓഫ് യു? ഞാൻ പറയുന്നത് ഇതാവുന്നുണ്ടോ? ഹലോ, ഇവിടെ ആരൊക്കെയുള്ളേ? ആ കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ട് മാം. അപ്പൊ ഇത് നമ്മൾ അപ്പോ പിന്നെ അപ്പൊ ഇതിന്റെ പ്രശ്നം ഇതാണ്. ഡോപാമൈന് ഭയങ്കരമായിട്ട് ഒരു പിന്നെ നിയന്ത്രണം പോയി കഴിഞ്ഞാൽ അത് അഡിക്ഷനിലേക്ക് നീങ്ങും. അത് ബാലൻസ് ചെയ്യണം. അപ്പോ നമ്മളൊരു പിന്നെ ഇതൊരു ഈ ഒരു സംഭവം ഇങ്ങനെ തെളിയിച്ചതെന്ന് വെച്ചാല് അതൊരു മാഷ്മെല്ലോ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സൈക്കോളജിസ്റ്റ് ആയ വാൾട്ടർ മിഷേൽ 1960കളുടെ തുടക്കത്തിലെ ഒരു തുടക്കത്തിലായി പിന്നെ അവസാനത്തിലാണ് അതിന്റെ റിസൾട്ട് വന്നത്. ഒരു പരീക്ഷണം നടത്തി. അതായത് ആഗ്രഹങ്ങൾ നമ്മൾ പറയില്ല ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ, നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിപ്പോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്ന ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമുക്കൊരു ഫുൾ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പൊ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു എന്താ പറയുക 5 വയസ്സ് 6 വയസ്സായ കുട്ടികളിൽ ആ പരീക്ഷണം നടത്തിയത്. അത് കുട്ടികൾക്ക് മിഠായി അതുപോലത്തെ കുക്കീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോ ഈ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ ഈ കുട്ടികൾ ഒരു സ്ഥലത്ത് ഒരു അടച്ചിട്ട റൂമിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവരുടെ തൊട്ടടുത്ത് ഒരു മാഷ്മോലോ വെക്കും. ആ മാഷ്മോലോ വെച്ചിട്ട് പറയും, ഇപ്പൊ ഇവിടെ ഒരു മാഷ്മോലോ ഉണ്ട്, ഇത് ഞാനിപ്പോ പുറത്ത് പോയിട്ട് വരികയാണ്, അപ്പൊ അതുവരെ നിങ്ങൾ ഇത് കഴിക്കാണ്ടിരിക്കണം. ഈ കുട്ടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സ്പെരിമെന്റിൽ നമ്മൾ പുറത്തു പോകും. അഥവാ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്നിന് പകരം 2 ഡോപ്പമൈൻ 2 മാഷ്മോലോ കിട്ടും എന്ന് പറയും. അപ്പോ കുട്ടികളാകുമ്പോ ഇങ്ങനെ അവരിങ്ങനെ ചില കുട്ടികൾ അത് വേഗം എടുത്ത് കഴിച്ചു. ചില കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ തൊടാൻ പോകുന്നുണ്ട്. പക്ഷെ അത് ഇത് നഷ്ടപ്പെടുമല്ലോ. 2 കിട്ടാൻ പോകുന്നത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ കിട്ടുമല്ലോ എന്നുള്ളതിൽ ഇങ്ങനെ കിട്ടും. ചില കുട്ടികൾ കണ്ണു പൊത്തി ഇത് കാണാണ്ടിരിക്കാൻ, ചിലർ പാട്ട് പാടി, ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച്, അങ്ങനെയൊക്കെ കുറച്ച് കുട്ടികൾ അങ്ങനെ ഒരു 15 മിനിറ്റ് എങ്ങാനാണ് എക്സ്പെരിമെന്റ് ഉണ്ടായത്. അപ്പം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതേ കുട്ടികളിൽ തന്നെ ഇത് നടത്തിയ ഒരു അവലോകനം നടത്തിയപ്പോൾ കണ്ടെത്തി എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു മാഷ്മലോ വെയിറ്റ് ചെയ്തിട്ട് 2 മാഷ്മലോ വാങ്ങിയ കുട്ടികളിൽ ജീവിത വിജയം ഒരുപാട് ഉണ്ടായെന്നുള്ള, അവർ ഒരുപാട് അച്ചീവ് ചെയ്തു, അക്കാദമിക്കിലേക്ക് അവര് മുന്നോട്ട് പോയി, അങ്ങനെയൊക്കെ ഉള്ളതാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ഡിലേഡ്, നമ്മൾ എപ്പോഴും പറയുമ്പോൾ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് കിട്ടുന്നതല്ല, നമ്മളത് ഒരു പെയിനൊക്കെ അനുഭവിച്ചിട്ട് കിട്ടുന്നതെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോ എന്താണ് കുറെ പിന്നെ എഡ്യൂക്കേഷണലി വളരെ മുന്നോട്ട് പോയി, അവിടെ ആരോഗ്യം മെച്ചപ്പെട്ടു, ശരീരഭാരം കുറവാക്കാനോ ലഹരി വസ്തുക്കളോട് നോ പറയാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടായി. അവരുടെ സോഷ്യൽ ലൈഫും സമ്മർദ്ദം ഇല്ലാത്ത ലൈഫായിട്ട് മാറി. അങ്ങനെയൊക്കെയാണ്. അതായത് ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ എന്നതാണ് ഹാപ്പിനെസിന്റെ ഒരു മാർഗം. ടു ബിക്കം മോർ ഹാപ്പി യു ഷുഡ് ബി സെൽഫ് കൺട്രോൾ, യു ഷുഡ് ഹാവ് സെൽഫ് ആ ഒരു ഇത് വേണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. പക്ഷെ ഇത് വേറൊരു പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് റിലേറ്റിംഗ് ആയിട്ട് തോന്നും. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ നമ്മുടെ ബ്രെയിൻ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് സിസ്റ്റം ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇതിങ്ങനെ മാഷ്മലോ കഴിക്കണോ ഹോട്ടായിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ കോൾ സിസ്റ്റം പറയും കൂൾ ഡൗൺ, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യും, കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ യു ഹാവ് സക്സസിലേക്കുള്ള വഴി, അതായത് ഒരു ബിഗ് സക്സസിലേക്ക് നിങ്ങൾ പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പെട്ടെന്ന് എടുക്കണതിന് പകരം അവിടെ ഡിലേ ചെയ്ത്, അതായത് എക്സാമിനൊക്കെ ഇതിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നന്നായി പഠിച്ച് കുറച്ച് വെയിറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്രാക്ക് ചെയ്യാനും അതുവഴിയുള്ള ഗുണങ്ങൾ, അതുവഴിയുള്ള അച്ചീവ്മെന്റ്സ് നമുക്ക് നേടാനും സാധിക്കും എന്നുള്ളതൊക്കെയാണ് അത് പറയുന്നത്, ഈ കൂൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു ക്രേവിങ് വരുമ്പോ ഹോട്ട് സിസ്റ്റം ആണ് വർക്ക് ചെയ്യുന്നത്, അതിപ്പോ അങ്ങനെ വർക്ക് ചെയ്യാൻ പാടില്ല, അത് കൂൾ സിസ്റ്റത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോ നമ്മളിങ്ങനെ പറയുമ്പോൾ ഈ ഭാഷണ പരീക്ഷണം നമ്മൾ പറഞ്ഞു സെൽഫ് കൺട്രോൾ ആണെന്നുള്ളത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് സെൽഫ് കൺട്രോൾ ഉണ്ടാക്കുക? വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ഫോർ ദാറ്റ്? അതിപ്പോ സെൽഫ് കൺട്രോൾ ഉണ്ടാക്കാൻ നമ്മൾ ഒരുപാട് സെൽഫ് അവയർനെസിന്റെ ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു ഒരു കഥയിലൂടെ അൺഫോൾഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അത് പ്രലോഭനങ്ങളെ എങ്ങനെ നേരിടാം. അപ്പോൾ ഗ്രീക്ക് പുരാണത്തിലെ ഒരു വളരെ പ്രശസ്തമായ ഒരു ക്യാരക്ടറാണ് ഒഡീസിയസ് എന്ന് പറയുന്നത്. ഒഡീസിയസിന്റെ സൈറൺസും തമ്മിലുള്ള ഒഡീസിയനും സൈറണും എന്നുള്ളത് ഒരു വളരെ പ്രശസ്തമായ ഒരു കഥയാണ്. അത് മിത്താണ് കേട്ടോ ശരിക്ക്. അപ്പൊ അതിൽ ഏറ്റവും ഒരു ബുദ്ധിമാനായ പിന്നെ ഒരു ലെജൻഡറി എന്താ പറയാ യോദ്ധാവും വീരനൊക്കെയാണ് ഈ ഒഡീഷ്യസ് എന്ന് പറയുന്നത്.
അപ്പൊ ഒഡീഷ്യസിന്റെ സാഹസിക യാത്ര ഒരു കപ്പലിലാണ് പോകുന്നത്. അപ്പൊ ഒരു കപ്പൽ പ്രത്യേക ദ്വീപിന്റെ അടുത്ത് എത്തുമ്പോൾ, സൈറൺ എന്ന ദ്വീപിന്റെ അടുത്ത് എത്തുമ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ, ആ സൈറൺ എന്ന് പറഞ്ഞൊരു മത്സ്യകന്യകന്റെ പോലുള്ള ഒരു രൂപത്തിലുള്ള കുറച്ച് ജീവികളുണ്ട്. അവര് വളരെ അതിമനോഹരമായി പാടും. അപ്പൊ എന്ത് വെച്ചാല് ഈ കപ്പിത്താന്റെ ഒക്കെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ ദ്വീപിൽ അത് ഇടിച്ചിട്ട് ആൾക്കാരുടെ ഒക്കെ നഷ്ടം, അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ അതിലൂടെ പോകാൻ ആരും ധൈര്യപ്പെടുന്നില്ല. അപ്പോ പിന്നെ മൗറീഷ്യസ് വിചാരിച്ചു, ഇത് എന്താണ് ഇവര് പാടുന്നത്, എങ്ങനെയാണ് ഇതിന്റെ കൺട്രോൾ, ഇപ്പൊ നമുക്ക് അറിയണല്ലോ. പക്ഷെ ഒഡീസിയസിന് പോലും എന്താ പറയാ കൺട്രോൾ നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് ശരിക്കും അറിയാം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാല് കപ്പലെ ജോലിക്കാരുടെ ചെവിയിലൊക്കെ മെഴുകി ഒഴിക്കും. അവർക്കൊന്നും കേൾക്കില്ല പറയുന്നത്. എന്നിട്ട് ഒഡീസിയസ് പറഞ്ഞു, ഒഡീസിയസിനെ ഏറ്റവും മുന്നിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ഇത് അവിടെ വെച്ചിട്ട് കൈയൊക്കെ കൂട്ടിക്കെട്ടാൻ പറയും. കൈ കൂട്ടിക്കെട്ടിയിട്ട് പിന്നെ ഒഡീസിയസിന് പക്ഷെ ചെവി ഇതാക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ സൈറന്റെ ദ്വീപിലെത്തിയപ്പോ സൈറൺസ് അതിമനോഹരമായി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒഡീഷ്യസിന് അത് കേട്ടപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഡീഷ്യസ് ഈ ആൾക്കാരോട് അങ്ങോട്ട് തിരിച്ചുവിടാൻ പറയും. പക്ഷെ ഇവര് ഇതില് എന്താ പറയാ മെഴുകിയാക്കിയ കാരണം പിന്നെ ഒന്നും അവർക്ക് കേൾക്കില്ല. അപ്പൊ എന്നെ അഴിച്ചുവിടും എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ ഈ ആൾക്കാർക്ക് ഇതൊന്നും കേൾക്കുന്നത്, ആൾക്കാർ വിചാരം ഇത് ഭയങ്കരമായിട്ട് തുഴയണമെന്ന് വിചാരിച്ചു അവര് വളരെ ശക്തമായി തുഴഞ്ഞ് തരണ്ട ആ ഭാഗത്തേക്ക് ഇത് പോയില്ല. ഇയാള് പറയുന്നത് മറ്റുള്ള കേൾക്കണമില്ല. അപ്പൊ അത് കാരണം അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മളെ ഒരു സ്ട്രാറ്റജി കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ നേച്ചർ നമുക്കറിയാം, അഡീഷനിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടർ എനിക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ അതെങ്ങനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിന് ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടെത്തണം. ഇവിടെ ഇപ്പോ മുൻകൂട്ടി തന്നെ പിന്നെ ഒഡീസിയസ് കണ്ടെത്തിയ പോലെ ഒരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പൊ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മളെ അതുപോലെ നമ്മുടെ നമുക്ക് കിട്ടിയ ട്രെയിനിങ്, അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ അവയർനെസ്, ഇതൊക്കെ നമ്മളെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഹൗ ടു ഹാൻഡിൽ ദാറ്റ് എന്ന് നമ്മളെ പഠിപ്പിക്കും എന്നൊരു കഥയാണ് ഇതിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കി അത് ഒഡീഷ്യസിന്റെ ആ ഒരു ബുദ്ധിയാണ്, അയാളുടെ ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ നമ്മൾ ഭയങ്കര പ്രധാനമായിട്ട് പറയാൻ. അപ്പോ പിന്നെ നമ്മൾ എന്താ പറയാ, അതായത് അവരുടെ കൂട്ടുകാർക്ക് വേണ്ടി, അതായത് സ്വന്തം ഈ ഒരു തുഴയുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു. തനിക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്, നമ്മളെ ചുറ്റുമുള്ളവരെ എങ്ങനെയാണ് ഒരു നല്ലൊരു കോഴ്സിലേക്ക് നയിക്കുക, അഡിഷണൽ പെടാതെ സംരക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളോട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് സാർത്ഥകമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കപ്പലിൽ സുരക്ഷിതമായ ദ്വീപ് കടന്നുപോയി സൈറണുകളുടെ പാട്ട് കേൾക്കാത്ത ദൂരത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ശരിയായ ദിശയിൽ തന്നെ ഇത് പോയി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കഥ നടക്കുന്ന പാഠം എന്ന് വെച്ചാല് നമ്മൾ സെൽഫ് ബൈൻഡിങ് ആണ്. അതായത് ഒഴിച്ചുകൂടെ സെൽഫ് ബൈൻഡിങ് ആണ്. ഡോപ്പമൈൻ, അതായത് ആ ഒരു ഡോപ്പമൈൻ ഇതിൽ ഒരു നൽകുന്ന ആ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സെൽഫ് ബൈൻഡിങ് ചെയ്തു. അതായത് ആ സമയത്ത് ഒരു വിൽ പവർ കൊണ്ട് ആ പ്രലോഭനത്തെ നേരിടാൻ കഴിയില്ല എന്ന് അയാൾക്ക് ബോധ്യമുള്ളത് കാരണമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഫോണോ മാത്രം മാറ്റി വെക്കാൻ കഴിയില്ല എന്ന് അറിയുമ്പോൾ നമ്മൾ ദൂരേക്ക് മാറ്റി വെക്കല്, ബെഡ്റൂമില് നമ്മൾ എന്താ പറയാ മീഡിയ ഡീടോക്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഡീടോക്സ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് കിടക്കുമ്പോഴതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് ഫോൺ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക, നമുക്കത് എടുക്കാനുള്ള എനർജി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് അങ്ങനെയൊക്കെയുള്ള ഇതൊന്നും കൂടി ഡോപ്പമൈൻ അഡിക്ഷൻ എന്ന് പറഞ്ഞ ബുക്കിൽ അഡിക്ഷനെ കുറിച്ച് എന്ന് പറഞ്ഞാല് ആൽക്കഹോൾ അഡിക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള അഡിക്ഷനെ പറ്റി ഇവര് വിവരിക്കുന്നുണ്ട് അതില്. അപ്പോ പിന്നെ വേറൊന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പ്രഷർ പ്ലെയിൻ ബാലൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞ പോലെ തുലാസ് നമ്മളെ ബ്രെയിൻ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോ നമ്മൾ എപ്പോഴും പറയും, പിന്നെ എപ്പോഴും നമ്മൾ പെയിൻ ഉണ്ടെങ്കിലേ പ്ലഷർ ഉണ്ടാവും എന്നുള്ള അങ്ങനെ അത് സംഭവം വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ഡോക്ടർ തന്നെ ഈ ഒരു ഇതിൽ പറയുന്നതെന്ന് വെച്ചാല് കോൾഡ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്ന ഒരു ഇതാണ്. അതായത് ഡോക്ടർ അന്നയുടെ ഒരു ക്ലയന്റ് ആയ ഒരു വ്യക്തി ആൽക്കഹോൾ അഡിക്ഷൻ ഭയങ്കരമായപ്പോൾ ആളുടെ വിവാഹ ജീവിതം തന്നെ ഒരു തകരാറിലാവുന്ന ഘട്ടത്തിൽ വന്നപ്പോൾ ഇയാൾക്ക് ഈ അഡിക്ഷൻ രക്ഷപ്പെടണം എന്നൊരു ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായി. അപ്പോ ഒരാൾ നിർദ്ദേശിച്ചു, നിങ്ങള് അഡിക്ഷന് ഒരു ടെന്നീസ് കളിക്കാൻ ആരംഭിച്ചോളൂ എന്ന് പറഞ്ഞു. അതൊക്കെ വരുമ്പോ എന്തെങ്കിലും ഒരു പക്ഷെ ടെന്നീസ് കളിച്ചു കഴിഞ്ഞാൽ ആള് ഭയങ്കരമായിട്ട് വിയർക്കാൻ തോന്നി. കാരണം ഈ ഒരു സാധനത്തിനുള്ള ക്രേവിങ് വരും, ലഹരി ഉപയോഗിക്കാനുള്ള ക്രേവിങ് വരും.
അപ്പൊ പറയുന്ന നിങ്ങൾ കോൾഡ് വാഷ് ഷവർ ചെയ്തോളൂ പറയും. അപ്പൊ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഒരു ആൾക്ക് മൈക്കിൾ എന്നാണ് അവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ കോൾഡ് വാട്ടർ ഷവർ എടുത്തു. കോൾഡ് വാട്ടർ ഷവർ എടുത്തപ്പോ നല്ല സുഖം തോന്നി. ആദ്യം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ തണുത്ത വെള്ളം ആദ്യം രാവിലെ മേലേക്ക് ഒഴിക്കുമ്പോൾ ഒരു ഇത് വരുമല്ലോ, അങ്ങനെ ഒരു ഇത്. പക്ഷെ അതുകൊണ്ടും രക്ഷയില്ലാതെ അവസാനം ഐസ് കോൾഡ് വാട്ടറിൽ കുളിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഒരു പുതിയ ഒരു സംഭവം ലോകത്തൊക്കെ നടക്കുന്നുണ്ട്. ഐസ് കോൾഡ് വാട്ടറിൽ കുളിച്ചു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഉത്തേജനം വരുന്നുള്ളത്. അപ്പൊ അയാൾ അഡിക്ഷൻ പിന്നെ ഇതാക്കി ഐസ് കോൾഡ് വാട്ടറിൽ മുങ്ങി വരാൻ തുടങ്ങി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചാൽ ഐസ് കോൾഡ് വാട്ടുമ്പോൾ ഒരു ഭയങ്കര ഒരു പെയിന് വരില്ലേ. ആ പെയിന് പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ എന്ത് ചെയ്യും, മറ്റേ സെൽ ഡോപ്പമൈൻ ഇങ്ങനെ പിന്നെ ഉയർത്തിക്കൊണ്ടുവരും. ഡോപ്പമൈൻ 250% ഇൻക്രീസ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പോ അപ്പൊ ആ ഒരു അഡിക്ഷൻ അയാളുടെ ആ ഒരു ചിന്തകൾ ഡൈവേർട്ട് ചെയ്തു എന്നാ പറയുന്നത്. അങ്ങനെ അഡിക്ഷൻ അയാള് ടാക്കിൾ ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ ഐസ് കോൾഡ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്ന ഒരു തന്നെ ഉണ്ട്, ഒരു മൂവ്മെന്റും തന്നെ ഉണ്ട് ലോകത്തുണ്ട്. അത് ഇങ്ങനത്തെ ഇതിലായിട്ട് ആൾക്കാർ ഭയങ്കര ഒരു ഹാപ്പിനെസ് നേടുന്ന ഒരു വഴി കൂടിയാണ്. അതായത് ഇവിടെയൊക്കെ നടക്കുന്നത് ഡോപ്പമൈൻ ബാലൻസ് ആണ് നടക്കുന്നത്. ഇതന്നെ നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ എക്സസൈസ് രാവിലെ എണീറ്റിട്ട് പോകാൻ അത് പെയിൻഫുൾ ആണ്. പക്ഷേ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ പെയിന് നമുക്ക് വലിയൊരു ബെനിഫിറ്റിലേക്കുള്ള വഴിയാണ്. അതുപോലെ തന്നെ അക്യുപങ്ക്ചർ പോലത്തെ ചികിത്സാ രീതികളൊക്കെ ആ നീഡിലിന്റെ വേദന നമ്മൾ സഹിക്കുമ്പോഴും വേറെ വലിയ വലിയ വേദനകൾ ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണത്. അപ്പൊ ഇവിടേക്ക് ആ ഒരു നമുക്ക് ലൈഫായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ. അതായത് ആദ്യം നമ്മൾ സുഖം ലഹരി തേടുകയാണെങ്കിൽ നമ്മള് പിന്നെ ശരിക്കും തന്നെ നമ്മൾ ലഹരി തേടുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ലഹരി അങ്ങനെ ആയി നമ്മൾ ഫുൾ ഒരു വേദനയിലേക്കല്ലേ പോകുന്നത്. അപ്പോ അതില്ലാണ്ടാക്കാന് അതിന്റെ ഇടയിൽ ഈ ലഹരിയുടെ പോലത്തെ ഒരു ഡോപ്പമൈൻ ഇൻക്രീസ് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് അഡിക്ഷനെ രക്ഷപ്പെടാനും നമുക്കൊരു മോർ ഹാപ്പി ലൈഫിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നത് എന്നുള്ളതാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഡോപ്പമൈനിൽ ഈ ഒരു തലച്ചോറിൽ ഉണ്ടാവുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ എന്താന്ന് വെച്ചാല് അതിൽ അന്ന ലാംകെ പറയുന്നത് ഈ ഒരു വെള്ളം ഐസ് വെള്ളം എന്ന ശരീരവേദന മാറ്റാനുള്ള ഒരു വഴിയും ഒരു മെന്റലി അത് നമുക്കൊരു മെഡിസിൻ കൂടിയാണെന്നുള്ളതാണ്. അതായത് നമ്മൾ തണുത്ത വെള്ളത്തിലിരിക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരം ഒരു അപകടം മണക്കുകയാണ്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ പ്ലെയിൻ സൈഡ് ഓഫ് ദ സീസോ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡോപ്പമൈൻ ഇപ്പുറത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് 2-3% ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. ഐസ് കുളി കഴിഞ്ഞിട്ട് ഇവർക്കൊരു കുറച്ച് മണിക്കൂറുകളോളം ഈ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അവരുടെ ആ ഒരു അഡിക്ഷന് വേണ്ടിയുള്ള ക്രേവിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള നമ്മളെ ഒരു സ്വഭാവങ്ങൾക്ക് ഡൈവേർഷൻ ഒക്കെ ഉള്ള അപ്പൊ അപ്പോഴേക്ക് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ഡോപ്പമൈൻ്റെ ഒരു പിന്നെ എന്താ പറയുക, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന എല്ലായിടത്തും ഈ ഡോപ്പമൈൻ്റെ ഒരു കടലിലാന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ആയാലും ഇപ്പൊ സബ്സ്റ്റൻസ് അബ്യൂസിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബാലൻസിനെ മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഭയങ്കര ഹാപ്പിനെസ്, നമ്മൾ ഒരുപാട് കാലം സോഷ്യൽ മീഡിയയിൽ സമയം കളഞ്ഞെങ്കിൽ അതിനൊന്ന് ബാലൻസ് ചെയ്തില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് മണിക്കൂറുകൾ, 1 മണിക്കൂർ നമ്മൾ സോഷ്യൽ മീഡിയ 2 മണിക്കൂർ നമ്മൾ പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താവും, ആ ഒരു പ്രഷർ പെയിൻ ബാലൻസ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഓരോ കാര്യം നമുക്കിത് ഓർമ്മ വേണം എപ്പോഴും. പിന്നെ അതുപോലെ ഒന്ന് ഹാപ്പിനെസ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഒരു പ്രധാന പറഞ്ഞു വെച്ചാൽ കഠിനമായ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ കോൾഡ് തെറാപ്പി പോലത്തെ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ പഠിക്കാൻ ഒരു സംഭവം അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് അപ്പോഴൊരു യഥാർത്ഥ ഡോപ്പമൈൻ നമുക്ക് ഉണ്ടാവും. അത് പിന്നെ എന്താ പറയാ, അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മള് പിന്നെ നമ്മളൊരു ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട് പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ സത്യസന്ധത പോലെ റാഡിക്കൽ ഹോണസ്റ്റി. നമുക്ക് സത്യം പറയാൻ നമുക്കറിയാം, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ, സത്യസന്ധമായിട്ട് നമ്മളെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു വെച്ചാൽ കണക്ഷൻ കൂടുന്നല്ലാണ് ആൾക്കാരുമായിട്ട്. നമ്മൾ വിചാരിക്കും എന്റെ മോശമൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാല് അവരെന്നെ വില വെക്കില്ല. അങ്ങനെ അല്ല ശരിക്കും സംഭവിക്കുന്നത് എന്നാ പറയുന്നത്. അവര് നമ്മളായിട്ട് കണക്റ്റഡ് ആണ്. ഓ, ഞാനും ഇങ്ങനെ തന്നെയാണല്ലോ, അപ്പൊ ഇയാളെ സഹായിക്കാനുള്ള ഒരു ഇത് വരുന്നത്. അപ്പൊ എപ്പോഴും ഹോണസ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഹോണസ്റ്റ് ആയിരിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പ്രിഫോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു ബ്രെയിനിന്റെ ഭാഗവും നമ്മുടെ റിവാർഡ് പാത്വേ എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ആ കോൺസിക്വൻസസ് തമ്മിൽ ബന്ധം വരുമ്പോൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ എന്താവും,
പിന്നെ ഒരു നല്ലൊരു ഇതിലേക്ക് വരും. അതായത് എപ്പോഴും നമ്മളെല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഇത്. അതിന് ഒരുപാട് സംഭവങ്ങൾ അതിൽ അവർ പറയുന്നുണ്ട്. ഓരോന്ന് പെട്ടെന്ന് നമ്മളൊരു സത്യസന്ധമായ ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ പറയല്ലോ, നമുക്കൊരു മനസ്സമാധാനമുള്ള അപ്പോൾ ഡോപ്പമൈൻ ഇൻക്രീസ് ഉണ്ടാവുക, അത് ഭയങ്കരമായിട്ട് നമ്മളെ ലൈഫിനെ ബാധിക്കുക. അതില് സംഭവങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ അത് ഉം, ശരിക്കും അവർ സൈക്കോളജിയുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പൊ ഡ്രൈവിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ് എന്ന് പറയുമല്ലോ, നമ്മള് ആൽക്കഹോൾ അബ്യൂസ് ആ ഇതില് ലഹരി എന്തോ ഉപയോഗിച്ചിട്ട് ഒരു വിദ്യാർത്ഥി, മെഡിക്കൽ വിദ്യാർത്ഥി പോലീസ് പിടിച്ചപ്പോ വക്കീലിന് $5000 പൈസയൊക്കെ കൊടുത്തിട്ട് വക്കീലിനെ ഏൽപ്പിച്ചു. എന്നിട്ട് കോടതി മുറിയിൽ വന്നിട്ട് ആർ യു ഗിൽറ്റി എന്ന് ചോദിക്കും. അപ്പോ അയാള് പിന്നെ സമ്മതിക്കും ഗിൽറ്റി ആണ് എന്നുള്ളത്. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ വെള്ളത്തിലായില്ലേ. അപ്പൊ അഡ്വക്കേറ്റ് ആകെ അന്തം വിട്ടോട് ചോദിക്കും, ഇങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞ. പക്ഷെ അപ്പൊ എന്നോ അവന്റെ അച്ഛൻ പറഞ്ഞ ഒരു സംഗതി പെട്ടെന്ന്, ഒരിക്കലും മോനെ കള്ളം പറയരുത്, അത് കൂടുതൽ കൂടുതൽ നിങ്ങൾ കള്ളം പറയാനും അങ്ങനെ എന്തോ പെട്ടെന്ന് അങ്ങനെ ഒരു ഇൻസൈറ്റ് വന്നപ്പോ പറഞ്ഞതാ. എന്നിട്ട് ഈ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ഒരുപാട് വർഷങ്ങൾ ഈ ഒരു കേസിന്റെ പിന്നാലെ പോകാനും വീണ്ടും ഒരു പണിഷ്മെന്റ് എന്ന പോലെ ഒരുപാട് അസൈൻമെന്റ് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശേഷം ആൾക്ക് മെഡിക്കൽ ഡിഗ്രി 6 വർഷത്തോളം അയാൾക്ക് അങ്ങനെ സഫർ ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും അയാൾ പറയുന്നത്, ഞാനൊരു ഓണസ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ അനുഭവിക്കുന്ന ആ സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സമാധാനം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതല്ല. അങ്ങനെ ഓരോരോ സംഭവങ്ങളിൽ പറയുന്നുണ്ട്. ഇതിപ്പോ അങ്ങനെ നല്ലൊരു കൗൺസിലിംഗ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ബുക്ക് കൂടിയാണ്. അപ്പോൾ ഇതാണത്. അപ്പൊ നമ്മൾ പറഞ്ഞോന്ന് വെച്ചാൽ നമ്മുടെ ബാലൻസിനെ മനസ്സിലാക്കുക, നമ്മുടെ സ്ട്രാറ്റജി ഉണ്ടാക്കുക, സെൽഫ് ബൈൻഡിങ് ആയിട്ടുള്ള ഇത് ഉണ്ടാക്കുക. അതായത് സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ ഒന്ന് പെയിൻ ഒന്ന് കൂടുതലായിട്ട് അനുഭവിക്കാൻ, അതായത് ഫോർ എ ബെറ്റർ പ്ലഷർ, ഫോർ എ ബെറ്റർ ഡോപ്പമൈൻ ഇൻക്രീസ്, അതിനു വേണ്ടി ശ്രമിക്കുക. അവനെ എപ്പോഴും ഓണസ്റ്റ് കീപ്പ് ചെയ്യുക. ദാറ്റ് ഇസ് ദ വേ ടു ഹാവ് എ മോർ ഹാപ്പി ലൈഫ് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയാണ് ഞാൻ ഈ ഒരു മോർ ഹാപ്പി എന്നുള്ളത് പറഞ്ഞ, ഞാനൊരു സയന്റിഫിക് വേയിലും കൂടി പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു മോർ ഹാപ്പി ലൈഫ് മുന്നോട്ടും എന്നും എവിടെയും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. താങ്ക് യു മാം. ഫീഡ്ബാക്ക് സെഷനാണ്. എല്ലാവരും ഫീഡ്ബാക്ക് പറയണം. ഹലോ, ആരാ ആദ്യം പറയുന്നത്? ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ബഷീർ സാർ, പറഞ്ഞോളൂ. ഹലോ, മാജിക് മോർണിംഗ്. ഞാൻ ലേറ്റ് ആയിട്ടാ കയറിയത്, അതുകൊണ്ട് പിന്നെ ഹാപ്പിനെസ്സിനെ പറ്റിയാണ് ക്ലാസ് എന്ന് മനസ്സിലായി. ജംഷീദ് നമ്മളെ പഴയ ആളല്ലേ? അതെ സാർ, അതെ. ഓക്കെ. ജംഷീദ് ക്ലാസ് എടുത്താൽ നല്ല സബ്ജക്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഞാൻ പള്ളി ഇറങ്ങുമ്പോ നേരം വയ്യതാ. താങ്ക് യു. വീണ്ടും നമ്മളെ ഗ്രൂപ്പിൽ ഒരു ക്ലാസ് എടുക്കാൻ വന്നതിൽ താങ്ക് യു. സാർ. ഹലോ, ലക്ഷ്മണി. പറഞ്ഞോളൂ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. വളരെ നല്ല ഉദാഹരണത്തോടു കൂടി, നല്ല കഥകളോട് കൂടി, നല്ലൊരു ശൈലിയിൽ എടുത്തു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് സൂക്ഷിക്കേണ്ടതാണ്. എന്നുള്ളത് എല്ലാത്തിലും സ്വപ്നമാണ്. എല്ലാവരും ജീവിതത്തിന്റെ തിരക്കിൽ ഇങ്ങനെ ഓടുകയാണ്, ബിസിനസ് ആയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഒരുപാട് ചിന്തിക്കാനുള്ള ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മാജിക് മോർണിംഗ്, ജംഷിദ മാം. വീണ്ടും കണ്ടതിൽ സന്തോഷം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിന്റെ ആ കാര്യങ്ങൾ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് മാം സാധാരണ എടുക്കാറ്. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ ഡോപ്പമൈൻ ഇൻക്രീസ് ചെയ്യാൻ നാച്ചുറൽ ആയിട്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ്. അതും പെയിനും പ്ലഷറും തമ്മിലുള്ള അത് ഒരു ബാലൻസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ
സക്സസ് ശരിക്കും കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ ഡോപ്പമൈൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് വേണ്ടാത്ത രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ലഹരി ഉപയോഗിച്ചിട്ടൊക്കെ ഇരുന്നാൽ നമ്മൾ എവിടെ എത്തില്ല. അപ്പോൾ അത് നാച്ചുറലായിട്ട് പോകാൻ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കൺസിസ്റ്റൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മളെ ലൈഫിൽ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും ജീവിത വിജയം ഉണ്ടായാലും നമ്മൾ മോർ ഹാപ്പി ആവാനും നമ്മൾ വരും. അപ്പൊ ഇന്ന് മാം പറഞ്ഞത് നല്ല എക്സാമ്പിളാണ്. കുട്ടിയുടെ മുട്ടായിലെ റൂമിൽ അടച്ചിട്ട മുട്ടായി വെച്ച കാര്യവും അതുപോലെ തന്നെ ഈ ഒഡീസിയസിന്റെ കാര്യവും വളരെ വളരെ ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കൂടുതൽ സന്തോഷപ്രദമാക്കാം, നമ്മളെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പൊ ഇത്ര നല്ല ടിപ്സാണ് കിട്ടിയത്. മാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ക്ലാസ് എടുത്തത്. താങ്ക് യു വെരി മച്ച്. വീണ്ടും കണ്ടതിൽ സന്തോഷം. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കഥകളിലൂടെ അനുഭവങ്ങളിലൂടെയൊക്കെ പറഞ്ഞപ്പോ അത് ഒത്തിരി സന്തോഷം നൽകി. പിന്നെ ഞങ്ങളുടെ ചെറിയ കാലത്തൊക്കെ ചിരിക്കുമ്പോ അമ്മ പറയാറുണ്ട് അധികം ചിരിക്കാതെ കരയേണ്ടി വരുമെന്ന്. അത് പേടിച്ച് പലപ്പോഴും ചിരി അടക്കി പിടിച്ച നമ്മളൊക്കെ ജീവിച്ചത്. കാരണം ചിരിച്ചു പോയോ ഇനി കരയേണ്ടി വന്നാലോ. സത്യം പറഞ്ഞാൽ അതൊന്നും ഇപ്പൊ ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾ ചിരിക്ക്, ആവശ്യത്തിനധികം ചിരിക്ക്, ചിരിച്ച് കരയും, അപ്പൊ അതങ്ങ് മാറുമല്ലോ. സത്യത്തിൽ സന്തോഷം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് സന്തോഷം വന്നു കയറും. അത് ഈ മാജിക് മോർണിംഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ നിന്ന് ഞാനത് പഠിച്ചത് തന്നെ. നമ്മൾ ആ സന്തോഷം വേണമെന്ന് ആഗ്രഹിച്ചാൽ അതായിരിക്കും പ്രകൃതി തരുന്നത്. മാം പറഞ്ഞ ക്ലാസ് വളരെ നല്ലത്. ഇന്ന് പലർക്കും ഇല്ലാത്തതും അത് തന്നെയാണെന്ന് തോന്നുന്നു. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മള് പഴയ സിന്ധു മാം ഉണ്ടോ? സിന്ധു മാം, ഷീല മാം ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഒന്ന് ശിലാമ കാണാൻ ഉണ്ട്. ഉണ്ട്. ജംഷിദാമ്മ നമസ്കാരം. ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ജസ്റ്റ് ഒന്ന് ഇതോണാകൂ. ഇവിടെ ആരൊക്കെയുള്ളേ? എനിക്ക് അറിയുന്ന എന്തോ? ആരൊക്കെയാ? ഒന്ന് കാണാൻ, ഹലോ, കേൾക്കാമോ? ഒന്ന് കേൾക്കുന്നുണ്ട്. കാണാന് ഒന്ന് കേൾക്കുന്നുണ്ട്. ക്യാമറ ഓണാക്കൂ. ജസ്റ്റ് കാണാനാണ്. ഷീല മാം, അയ്യോ, ഞാനേ സത്യം പറഞ്ഞാലൊരു വിഷമസന്ധിയിലുള്ള ഒരു ഇന്നലെ ഒരു ഫ്യൂണറൽ ആയിരുന്നു ആ വീട്ടിലാ. അതുകൊണ്ടാ ഓണാക്കാത്ത. എന്താണ് പ്രഷറും പെയിനും ഒക്കെ ജീവിതത്തിലുണ്ട്. അതിങ്ങനെ നമ്മൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഡെയിലി. അതൊക്കെ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ജീവിതം എന്ന് പറയുന്നത് തന്നെ സുഖദുഃഖ സമ്മിശ്രിതമാണെന്നല്ലേ പറയുന്നത്. നമ്മള് ഡോപ്പമൈൻ നമ്മള് കൂട്ടുന്നതിന് വേണ്ടി അനാവശ്യമായിട്ട് നമ്മൾ മോശം പ്രവൃത്തിയിലേക്ക് പോകരുത്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് ഇനി നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതൊക്കെ ഒത്തിരി അതുണ്ടെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് അത് കോൺഷ്യസ് ആയിട്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യാൻ പഠിക്കണം. അതാണ് നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് നൽകുന്നതെന്നാണ് മാഡം മനസ്സിലായത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എക്സാമ്പിളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാം പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. അതുപോലെ സ്ക്രീൻ ടൈം ഒക്കെ നമ്മള് ഇതിൽ കാണുമല്ലോ, അതൊക്കെ ഓണാക്കി വെക്കാം. അപ്പൊ നമുക്ക് ഇത്ര സമയം പോയല്ലോ എന്നൊക്കെ ഒരു വിചാരം വരും. ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കുക. അതൊക്കെ ഒരു മാർഗങ്ങൾ ഒഡീസിയസിന്റെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ 24 മണിക്കൂർ ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക, അതൊക്കെ ചെയ്യണം. അതൊക്കെയാണ് ഇപ്പൊ ഈ ഒരു അതിന്റെ മെത്തേഡ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയന്റെ ഉപയോഗത്തില് അതൊരു ക്ലാസ് വേറെയാണ്. അങ്ങനെ മുസ്തഫ സർ. മാജിക് മോർണിംഗ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഹാപ്പിനെസിനെ പറ്റിയുള്ള ക്ലാസ്, നല്ല ഉദാഹരണം പറഞ്ഞിട്ടാണ് മാം ക്ലാസ് എടുത്തത്. താങ്ക് യു. താങ്ക് യു സർ. റസാഖ് സർ. സർ കുറേ കാലമായല്ലോ. ഞാൻ പുറത്താണ്. ക്യാമറ ഓണാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. എന്തായാലും നല്ലൊരു സെക്ഷനാണ്. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഒരു പഴയ കാലത്ത് ആയുർവേദ ചികിത്സയിലൊക്കെ സ്റ്റീം ബാത്ത് ഉണ്ടായിരുന്നു. ഇപ്പോ സ്റ്റീം ബാത്തിനോടൊപ്പം ഐസ് ബാത്ത് കൂടി ഉണ്ട്.
ഐസ് ബാത്ത് പറഞ്ഞത് ഈ സംഭവമാണ്, വേദന സംഹാരി എന്ന സംഭവം. അത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം കുട്ടികളൊക്കെ എവിടെയും വീണാലൊക്കെ ഐസിന്റെ കഷ്ണം കൊടുന്ന് വെക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെയാണ് ഐസ് ബാത്ത്. അതുപോലെ തന്നെ നമ്മൾ ഈ മൂത്രക്കല്ല് അതുപോലുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് ഭയങ്കര വേദന ആയിരിക്കും. ആ വേദന ഉള്ള സമയത്ത് ഐസ് വെച്ചിട്ട് ചികിത്സിക്കാറുണ്ട്. അപ്പോൾ ഐസ് ബാത്ത് ഇപ്പൊ നിലവിൽ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കാനും രോഗശമനത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സർ. ദിവ്യ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഹലോ, ഗുഡ് മോർണിംഗ് മാം. പറഞ്ഞോളൂ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് ദിവ്യ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മളെ ഡോപാമിൻ എങ്ങനെ വർദ്ധിപ്പിക്കാം, നമ്മളെ ജീവിതത്തിൽ എന്താ പറയാ, സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് സമ്മിശ്രമാണ്. പക്ഷെ അതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് അറിയണം. എങ്കിൽ മാത്രമാണ് നമ്മളുടെ ലൈഫിൽ ഒരു സമാധാനപൂർണമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. സാജിദ മാം. ഗുഡ് മോർണിംഗ് മാം. നല്ല ക്ലാസ് ആയിരുന്നു. ഡോപ്പമിൻ ബാലൻസ് ചെയ്യുന്നതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ വളരെ നല്ല രീതിയിൽ ഉദാഹരണ സഹിതം മാം എക്സ്പ്ലെയിൻ ചെയ്തു. നല്ല ക്ലാസ് ആയിരുന്നു. അത് നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ അതെങ്ങനെയൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ഒന്ന് ആഴത്തിൽ ചിന്തിക്കാനും കൂടി ഇന്നത്തെ ക്ലാസ്സോട് കൂടി സാധിച്ചു. താങ്ക് യു. താങ്ക് യു. മാജിക് മാം. പറഞ്ഞോളൂ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു മാം. നമ്മൾക്ക് ഇങ്ങനെ ഒരു കൊച്ചു കുട്ടി മുതൽ ഒരു പ്രായമായിട്ടുള്ള ആളിന് വരെ നമുക്ക് ഈ ക്ലാസ് ഉപകരിക്കുന്ന ഒരു ക്ലാസ്സാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു കാർട്ടൂൺ കാണുന്നതോ മുട്ടായി കഴിക്കുന്നതോ ഒക്കെ അവർക്കൊരു ഡോപ്പമിൻ കൂട്ടുന്ന രീതിയാണ്. മുതിർന്നവരിലേക്ക് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ അഡിക്ഷൻ അതുപോലെ തന്നെ മറ്റ് ഉപയോഗങ്ങൾ ഇതെല്ലാം ഡോപ്പമിൻ കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഒരു ഉപയോഗപ്പെടുന്ന ഒരു നല്ലൊരു ക്ലാസ്, നല്ലൊരു സെക്ഷൻ, അതൊരു സൈക്കോളജിക്കലായിട്ടും നല്ല എക്സാമ്പിൾ സഹിതവും നല്ല രീതിയിൽ തന്നെ നല്ലൊരു പ്രസൻറ്റേഷനോടുകൂടി പറഞ്ഞു തന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഇനിയും നമുക്ക് നല്ലൊരു സെക്ഷനുമായിട്ട് വരണം, റിക്വസ്റ്റ് ആണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഷീജ മാം. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡോപ്പോമിനെ പറ്റി നമുക്ക് ഡോപ്പോമിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിൽ നിന്നും കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് നമ്മളെ സത്യസന്ധത, നമ്മളെ ആത്മാർത്ഥതയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഡോപ്പോമിനും അത് ചിലപ്പോൾ നമ്മളെ ഹെൽത്തിന് പോലും അതൊരു നന്നായി ബാധിക്കുന്ന ഒരു ഇതാണ് എനിക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു മാം. എനിക്ക് നല്ല ഡോക്യുമെന്റ് ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ. എന്താ താങ്ക് യു മാം? സോ മച്ച്. എനിക്ക് നല്ല ഡോക്യുമെന്റ് ഇപ്പൊ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ ഈ ഫീഡ്ബാക്ക് അതന്നെ. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം. താങ്ക് യു. താങ്ക് യു. വിൽസൺ സാർ. ഹലോ വിൽസൺ സാർ. ഓഹോ, യാത്രയില്ലാന്ന് പറഞ്ഞു, കണ്ടും ചെയ്യാൻ. എല്ലാവരും പറഞ്ഞല്ലോ അല്ലേ. പ്രീത. മാജിക് മോർണിംഗ് ഓൾ. മാം വളരെ നല്ലൊരു ക്ലാസ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ സത്യസന്ധതകളെ കുറിച്ച് മാഡം പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. അതായത് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ പരിണിത ഫലം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ആ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടില്ല. പക്ഷെ പിന്നീട് നമുക്കത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ ഒരു അതിൻ്റെതായിട്ടുള്ള ആ ഒരു പോസിറ്റീവ്നെസ് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്, ഷുവറാണ് ആ ഒരു കാര്യത്തിൽ. ഞാനും അത് അങ്ങനെയാണ്. നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ മൂടി വെക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ആളോട് പറയുമ്പോൾ കള്ളം പറഞ്ഞിട്ടുള്ള ആ ഒരു വിജയം നമുക്ക് ആവശ്യമില്ല. നമ്മളത് എന്തെന്നെ തെറ്റുകളായാലും നമ്മളത് തുറന്ന് പറഞ്ഞിട്ട്
പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് അത് ഭയങ്കരമാണ്. മറ്റുള്ളവരെ എങ്ങനെ എന്തോ വിചാരിച്ചോട്ടെ, പക്ഷെ നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് മാത്രം മതി നമുക്ക്. പിന്നീട് അത് ശരിക്കും അത് തെളിഞ്ഞു വരും. 1-2 അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തോട് ഭയങ്കര അധികം വിശ്വാസമാണ്, സത്യസന്ധത എന്നുള്ള ആ ഒരു കാര്യം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത. ജെസ്സി മാം. മാജിക് മോർണിംഗ്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡോപ്പമിൻ ബാലൻസിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ ഉദാഹരണങ്ങളോട് കൂടിയിട്ട് പറഞ്ഞു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. അപ്പൊ നൗഫൽ സാറേ, 6:32 വൈൻഡപ്പ് ചെയ്യാനോ? എനിക്ക് പോവാനായി. ഓക്കെ. താങ്ക് യു മാം. ഡോപ്പമിൻ ഹോർമോണിനെ ബാലൻസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ സുഖത്തിനെയും നമ്മുടെ വേദനകളെയും ബാലൻസ് ചെയ്ത് മാനസികമായ സംതൃപ്തിയും പോസിറ്റീവ് വികാരങ്ങളും സന്തോഷകരമായ അവസ്ഥയും വർദ്ധിപ്പിച്ച് നമ്മുടെ ലൈഫ് സക്സസ് ആക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവായിരുന്നു ഇന്ന് മാം നമുക്ക് നൽകിയത്. മാമിന് നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഇന്ന് പങ്കെടുത്ത ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ജംഷിദ മാം. താങ്ക് യു ഓൾ. Thank you.